അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരിക്കൽ അല്ലാഹുവിന്റെ പ്രവാചകർ മദീനയിലെ പള്ളിയിൽ ഇരുന്നുകൊണ്ട് സ്വഹാബത്ത് റളിയല്ലാഹു അൻഹും സ്വഹാബത്തിന്റെ മുമ്പിലേക്ക് തിരിഞ്ഞിരുന്നുകൊണ്ട് അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, സ്വഹാബ, ഞാൻ ഇന്നലെ അല്ലാഹുവിന്റെ പരിശുദ്ധമായ സ്വർഗ്ഗലോകം കണ്ടു സ്വഹാബ. ആ പരിശുദ്ധമായ സ്വർഗ്ഗത്തിന്റെ അനുഭൂതികളിലൂടെ ഞാൻ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം ഇങ്ങനെ കടന്നുപോയി എന്ന് അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്വഹാബത്തിന്റെ മുമ്പിൽ അവിടെ സന്തോഷം പറയുകയുണ്ടായി. അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ വിഷയം അവിടുന്ന് പറഞ്ഞപ്പോൾ പ്രിയമുള്ളവരെ, സ്വഹാബത്തിന്റെ വല്ലാത്ത ആവേശമായി വല്ലാത്ത ആനന്ദമായി പടച്ചറബ്ബേ ആ പരിശുദ്ധമായ സ്വർഗ്ഗലോകം കാണാൻ ദുനിയാവിലെ തൊലിക്ക് മുകളിൽ വെച്ചിട്ട് അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഭാഗ്യം ലഭിച്ചല്ലോ. ഞങ്ങൾക്കും അതുപോലെ ഒരു ഭാഗ്യം ലഭിച്ചിരുന്നെങ്കിൽ എന്ന് പറഞ്ഞുകൊണ്ട് സ്വഹാബത്തിന്റെ കണ്ണുകൾ ഇങ്ങനെ നിറയാൻ തുടങ്ങി. എന്റെ പ്രിയമുള്ളവരെ, ദുനിയാവിലെ തൊലിക്ക് മുകളിലൂടെ കടന്നു പോകുന്ന എല്ലാവരുടെയും ആഗ്രഹം നമ്മൾ എന്നും പറയുന്നത് പോലെ തന്നെ നമസ്കരിക്കുന്നതും നോമ്പെടുക്കുന്നതും സദഖാത്ത് കൊടുക്കുന്നതും സ്വതക്കയും ദാനധർമ്മങ്ങളൊക്കെ ചെയ്യുന്നത്. എന്റെ പ്രിയമുള്ളവരെ, നമ്മളോട് ചോദിച്ചാൽ നമ്മൾ എല്ലാവരും പറയും, എനിക്ക് അല്ലാഹുവിന്റെ പരിശുദ്ധമായ സ്വർഗ്ഗലോകം വേണം. ഇവിടെ ഞാൻ നന്മകൾ ചെയ്യുന്നത് അല്ലാഹനെ കാണാനാണ്. എന്റെ റബ്ബിന്റെ പരിശുദ്ധമായ നമുക്ക് വേണ്ടി ഒരുക്കി വെച്ചിരിക്കുന്ന പരിശുദ്ധമായ അല്ലാഹുവിന്റെ പവിത്രമായ സ്വർഗ്ഗലോകം മേടിക്കാനാണ്. എന്റെ പ്രിയമുള്ളവരെ, അതാവിടെ എല്ലാവരും പറയുമല്ലോ. എന്നാ സ്വഹാബത്ത് റളിയല്ലാഹു അൻഹും അവിടുന്ന് വല്ലാത്ത ആഗ്രഹമായിരുന്നല്ലോ, പടച്ചവനെ അല്ലാഹുവിന്റെ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കൂടെ സ്വർഗ്ഗത്തിൽ കിടക്കണം, ആ പരിശുദ്ധമായ സ്വർഗ്ഗം മേടിക്കണം, ആ സ്വർഗ്ഗത്തിന്റെ അനുഭൂതികളിലൂടെ കടന്നു പോകാൻ അല്ലാഹുവേ പടച്ചറബ്ബേ സ്വഹാബത്തിന്റെ വല്ലാത്ത കൊതിയാണല്ലോ, സ്വഹാബത്തിന്റെ വല്ലാത്ത ആഗ്രഹമായിരുന്നല്ലോ. അല്ലാഹുവേ ഇതേ സ്വർഗ്ഗത്തെക്കുറിച്ച് റസൂലുള്ളാഹി സ്വഹാബത്തിന്റെ മുമ്പിൽ പറയുമ്പോ സ്വഹാബത്ത് അവിടുന്ന് പടച്ചവനെ ആഗ്രഹിച്ചു പോയി. അല്ലാഹുവേ പവിത്രമായ പരിശുദ്ധമായ സ്വർഗ്ഗലോകം ഒന്ന് കാണാൻ കഴിഞ്ഞിരുന്നെങ്കിൽ അല്ലാഹ് എത്ര വലിയ ഭാഗ്യമാണ് അല്ലാഹ് എന്നവിടുന്ന് സ്വഹാബത്ത് ചിന്തിക്കുകയാണ്. ആ സമയത്താണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നത്, സ്വഹാബ, ആ പരിശുദ്ധമായ സ്വർഗ്ഗലോകത്തിലൂടെ ഞാനും ജിബ്രീലും ഇങ്ങനെ സഞ്ചരിക്കുകയാണ്. ആ പരിശുദ്ധമായ സ്വർഗ്ഗലോകത്തിലൂടെ എല്ലാ അനുഭൂതികളിലൂടെ ഞാനും ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം ഇങ്ങനെ സഞ്ചരിക്കുകയാണ്. അങ്ങനെ സഞ്ചരിക്കുന്ന സമയത്താണ് പടച്ചവനെ സ്വർഗ്ഗത്തിന്റെ പാലരുവികളെ കൊണ്ട്, സ്വർഗ്ഗത്തിന്റെ തേനരുവികളെ കൊണ്ട്, സ്വർഗ്ഗത്തിന്റെ മണിമന്ദിരങ്ങളെ കൊണ്ട്, മണികാളികകളെ കൊണ്ട് നിറക്കപ്പെട്ട അല്ലാഹുവിന്റെ പരിശുദ്ധമായ സ്വർഗ്ഗലോകമുണ്ടല്ലോ. ആ സ്വർഗ്ഗത്തിന്റെ ഏറ്റവും സുന്ദരമായ നിമിഷങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ പടച്ചവനെ അവസാനം ഞങ്ങൾ ഇങ്ങനെ നടന്ന് സ്വർഗ്ഗത്തിന്റെ മുന്തിരിപ്പഴങ്ങളുടെ തോട്ടത്തിന്റെ തൊട്ടരികത്തേക്ക് ഞാനും ജിബ്രീലും ഇങ്ങനെ എത്തിയപ്പോ അതാ സ്വർഗ്ഗത്തിലൊരു മുന്തിരിപ്പഴം പറിക്കാൻ എന്റെ കൈയങ്ങ് അറിയാതെ ഉയർന്നുപോയി സ്വഹാബ. പടച്ചവനെ ഇതേ സ്വഹാബത്ത് റളിയല്ലാഹു അൻഹും മഹാന്മാരുടെ മുമ്പിൽ അവിടുന്ന് മുത്തുനബി പഠിപ്പിച്ചപ്പോ അതാ സ്വഹാബത്ത് ഇരുന്നിട്ട് കരയുകയാണ്. എന്റെ കൈയങ്ങ് അറിയാതെ ഉയർന്നപ്പോ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം അവിടുന്ന് പറയുന്ന നബിയേ, പറിക്കല്ല നബിയേ, ഇത് ദുനിയാവിലുള്ളപ്പോൾ കഴിക്കാനുള്ളതല്ല, ഇത് നാളെ പടച്ചറബിന്റെ പരലോകത്തേക്ക് കടന്നു വന്നിട്ട് അവിടെ കഴിക്കാനുള്ളതാണെന്ന് അതാവിടെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് അതാ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം അവിടെ നിന്ന് പറയുകയാണ്. എന്റെ പ്രിയമുള്ളവരെ, ഇതങ്ങ് പറയേണ്ട താമസമതാ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം ഉണ്ടല്ലോ,
അവിടുന്ന് പൊന്നാരനബി തങ്ങളെ വിലക്കിയപ്പോൾ അതാ മുത്തുനബി അത് പറിക്കാതെ കൈ താഴ്ത്തുകയാണ്. റബ്ബേ, ഇത് സ്വഹാബത്ത് അങ്ങ് കേട്ടപ്പോ വീണ്ടും വല്ലാതെ കരയുകയാണ്. ഒരു കൊച്ചുകുട്ടികളെ പോലെ കരയുകയാണ്. കളിപ്പാട്ടം ലഭിക്കാത്തതിന് വേണ്ടി പഠിച്ചവനെ എങ്ങനെയാണോ ഒരു കൊച്ചുകുട്ടി തേങ്ങി തേങ്ങി കരയുന്നത്, അതുപോലെ പഠിച്ചവനെ സ്വഹാബത്തോ റസൂലുള്ളാഹിന്റെ മുമ്പിൽ ഇങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്, വല്ലാതെ കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അല്ലാഹ് ഇതങ്ങ് പറയേണ്ട താമസമുണ്ടല്ലോ. പഠിച്ചവനെ സ്വഹാബത്തിന്റെ മുമ്പിൽ മുത്തുനബിയുടെ മുമ്പിൽ കരഞ്ഞുകൊണ്ടിരിക്കുന്ന സ്വഹാബത്തിനോട് മുത്തുനബി എന്ത് തന്നെ പറഞ്ഞിട്ടും അവിടുന്ന് കരച്ചിൽ നിർത്തുന്നില്ല. അവസാനം അവിടുന്ന് പറയുകയാണ്, നബിയേ, ഞങ്ങൾക്ക് ആ മുന്തിരിപ്പഴം ദുനിയാവിലേക്ക് കൊണ്ടുവന്നിരുന്നെങ്കിലോ അത് ഞങ്ങൾക്ക് കഴിച്ചുകൂടാമായിരുന്നോ? അതിന്റെ രസം ഞങ്ങൾക്ക് ദുനിയാവിൽ വെച്ചിട്ട് അറിയാൻ കഴിയുമായിരുന്നല്ലോ നബിയേ. അല്ലാഹുവേ, ഇതങ്ങ് സ്വഹാബത്ത് പറയുമ്പോൾ അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു കൊടുക്കുന്നു, സ്വഹാബാ, ഈ ദുനിയാവിന്റെ തുലിക്കുമുകളിലേക്ക് ഞാൻ ആ മുന്തിരിപ്പഴം കൊണ്ടുവന്നിരുന്നെങ്കിലോ ഇപ്പയുള്ള ജനങ്ങളും വരാനിരിക്കുന്ന ജനങ്ങളും കഴിഞ്ഞു പോയ ജനങ്ങളുണ്ടല്ലോ, അവരെല്ലാവരും തുറന്ന് തീർത്താലും ഒരിക്കലും തീരില്ല സ്വഹാബാ. അത്രത്തോളം വലുപ്പമാണ്, അത്രത്തോളം വലുപ്പമാണ്. അതിന് എത്രത്തോളം വ്യാപ്തിയുണ്ട്, അത്രത്തോളമാണതെന്ന് അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മെ പഠിപ്പിക്കുകയാണ്. എന്റെ പ്രിയമുള്ളവരെ, സ്വർഗ്ഗത്തിൽപ്പെട്ട ഒരു മുന്തിരിപ്പഴത്തിന്റെ കഥയാണ് പഠിപ്പിച്ചിട്ടുള്ളത്. എത്രത്തോളം വലുപ്പമാണ്, എത്രത്തോളം വിസ്താരമാണെന്നറിയോ? അതുപോലെയല്ലേ പരിശുദ്ധമായ സ്വർഗ്ഗലോകം വല്ലാത്ത ആനന്ദമാണല്ലോ, എല്ലാവർക്കും വല്ലാത്ത ആനന്ദമാണ്. അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്റെ പ്രിയമുള്ളവരെ ഇതങ്ങ് പറഞ്ഞപ്പോൾ സ്വഹാബത്ത് കരയാ. സ്വർഗ്ഗത്തിന്റെ വലിപ്പം അവിടുന്ന് എന്റെ പ്രിയമുള്ളവരെ ഈ ചരിത്രത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും അല്ലേ? അൽഹംദുലില്ലാഹ്, അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ ഒരു വിഷയം സ്വഹാബത്തിനെ അവിടുന്ന് പഠിപ്പിച്ചു. എന്നിട്ടും സ്വഹാബത്തിന്റെ സങ്കടം നീങ്ങുന്നില്ല. ആ സമയത്ത് ഒരു സ്വഹാബി അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ചോദിച്ചു, നബിയേ, ഒരു മനുഷ്യന് അല്ലാഹുവിന്റെ പരിശുദ്ധമായ സ്വർഗ്ഗലോകത്തിൽ കിട്ടുന്ന ഏറ്റവും വലിയ ആനന്ദത്തെ കുറിച്ചിട്ടൊന്ന് പറഞ്ഞു തരുമോ? ഏറ്റവും വലിയ സന്തോഷത്തെ കുറിച്ചിട്ടൊന്ന് പറഞ്ഞു തരുമോ? അതാ അവിടെ അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടെ നിന്ന് പറയുന്നു, സ്വഹാബാ, അല്ലാഹുവിന്റെ പരിശുദ്ധമായ സ്വർഗ്ഗലോകത്തിൽ ഒരു മനുഷ്യന് ലഭിക്കുന്ന ഏറ്റവും വലിയ ആനന്ദത്തെ കുറിച്ചിട്ട് എന്റെ പ്രിയമുള്ളവരെ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടെ നിന്ന് പറയുകയാണ്, അല്ലാഹുവേ, എല്ലാ ജനങ്ങളും അതാ മഅ്ശറയിൽ ഇങ്ങനെ ഒരുമിച്ച് കൂടിയിരിക്കുകയാണ്. അവിടെ പാവപ്പെട്ടവരുണ്ട്, പണക്കാരുണ്ട്, കറുത്തവരുണ്ട്, വെളുത്തവരുണ്ട്, ഭാര്യയുണ്ട്, ഭർത്താവുണ്ട്, ഉമ്മയുണ്ട്, മക്കളുണ്ട്. പഠിച്ചവനെ എല്ലാവരും പരിശുദ്ധമായ മഅ്ശറയിൽ ഇങ്ങനെ ഒരുമിച്ച് കൂടിയിരിക്കുകയാണ്. അല്ലാഹുവേ, പടച്ചറബേ, ബാപ്പ ഉമ്മയെ അറിയില്ല, പഠിച്ചവനെ ബാപ്പയും ഉമ്മയും തിരിച്ചറിയില്ല, ഭാര്യ ഭർത്താവിനെ അറിയില്ല, ഭർത്താവ് ഭാര്യ അറിയില്ലല്ലോ. അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം അറിയാത്ത സ്ഥലമാണ് മഅ്ശറ എന്ന് പറയുന്നത്. അല്ലാഹുവിന്റെ പവിത്രമായ പരിശുദ്ധമായ മഅ്ശറയില് അതാ അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരിക്കൽ അതാ പറയുന്നു, സ്വഹാബാ,
അല്ലാഹുവിന്റെ പരിശുദ്ധമായ മഅ്ശറയുണ്ടല്ലോ, ആ മഅ്ശറയില് ഒരു മനുഷ്യന്റെ ശരീരത്തിൽ പോലും ഒരു നൂല് ബന്ധമില്ല, വസ്ത്രമില്ലാത്തവരായിട്ടാണ് നിൽക്കുന്നതെന്ന് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പഠിപ്പിക്കുമ്പോൾ ആയിഷ ബീവി റളിയല്ലാഹു അൻഹ ചോദിച്ചല്ലോ, നബിയെ അപ്പ മനുഷ്യരെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കാണില്ല നബിയേ, മനുഷ്യർ പരസ്പരം ഔറത്തിനെ കാണില്ലയോ എന്നവിടുന്ന് ചോദിക്കുമ്പോൾ അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളതാ പറയുന്നു, സഹാബ മഅ്ശറ എന്ന് പറഞ്ഞാൽ നമുക്കതിനുള്ള സമയമല്ലല്ലോ. ഉമ്മ മക്കളെ തിരിച്ചറിയില്ല, മക്കളെ ഉമ്മാനെ തിരിച്ചറിയില്ല, പഠിച്ചവനെ ഭാര്യയും ഭർത്താവും തിരിച്ചറിയില്ല. അങ്ങനത്തെ ഒരു സമയമാണ് മഅ്ശറ എന്ന് പറയുന്നത്. തന്റെ ഔറത്തിലേക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കാൻ പഠിച്ചവനെ ഒരാൾക്കും സമയമില്ല. അതിനൊന്നും കഴിയാത്ത പ്രശ്നങ്ങളില്ല, ഒരു വല്ലാത്ത സമയമാണ് മഅ്ശറ. അതുകൊണ്ട് ആ മഅ്ശറയുടെ അവസ്ഥ എങ്ങനെയാണ്? ഒരു ചാണകന സൂര്യൻ ഇങ്ങനെ കത്തിജ്വലിക്കുകയാണ്. പഠിച്ചവനെ താഴ്ഭാഗത്ത് തളിച്ചു മറിയുന്ന ചെമ്പിന്റെ തറയാണ്, അതിന്റെ മുകളിലാണ് മനുഷ്യരിങ്ങനെ കയറി നിൽക്കുന്നത്. ചില ആളുകൾ പഠിച്ചവനെ കുഷ്ഠരോഗികളെ പോലെ, ചില ആളുകൾ കൈകാലികൾ പഠിച്ചവനെ നീരുകൂർത്തി വന്നവരെ പോലെ, ഒരുപാട് വിഭാഗങ്ങളായിട്ട് മഅ്ശറയിൽ ഇങ്ങനെ ജനങ്ങൾ ഒരുമിച്ച് കൂടി. ചില ആളുകൾ കൈകാലുകൾ പ്രകാശിച്ചവരാണ്. ഇങ്ങനെ ഒരുപാട് വിഭാഗങ്ങളായിട്ട് നാളെ മഅ്ശറയിൽ മനുഷ്യരിങ്ങനെ നിൽക്കുകയാണ്. പഠിച്ചവനെ അവസാനമതാ അല്ലാഹുവേ, പഠിച്ചവനെ മഅ്ശറയിൽ വന്നിട്ട് എല്ലാ ജനങ്ങളും ഒരുമിച്ച് കൂടിയിരിക്കുകയാണ്. അവസാനം ഒരുപാട് സമയങ്ങൾ കടന്നു, ഒരുപാട് സമയങ്ങൾ കടന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യനെ രണ്ടാക്കി ഭാഗിക്കുകയാണ്. നരകത്തിന്റെ വിഭാഗമുണ്ട്, സ്വർഗ്ഗത്തിന്റെ വിഭാഗമുണ്ട്. വലത് ഭാഗത്ത് പഠിച്ചവനെ സ്വർഗ്ഗത്തിന്റെ അഹ്ലുകാരുണ്ട്. അല്ലാഹുവിന്റെ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ലിവാഉൽ അഹ്ദ കൊടുക്കുകയിലാണ്. അതാ മുഅ്മിനീകളായ ആളുകൾ എല്ലാവരും ഒരുമിച്ച് കൂടിയിരിക്കുകയാണ്. പഠിച്ചവനെ ഇടത് ഭാഗത്തോ ശൈത്താന്റെ കൂടെ നരകത്തിന്റെ ആളുകളതാ പഠിച്ചവനെ അവിടുന്ന് ഇങ്ങനെ കാത്തു നിൽക്കുകയാണ്. റബ്ബേ, അങ്ങനെ നരകത്തിന്റെ ആളുകൾ കടന്നു, നരകത്തിലേക്ക് കടന്നു പോവുകയാണ്. അല്ലാഹുവേ, പഠിച്ചവനെ സ്വർഗ്ഗത്തിന്റെ ആളുകളതാ അവര് സ്വർഗ്ഗത്തിലേക്ക് കടന്നു പോവുകയാണ്. റിദ്വാൻ അലൈഹിസ്സലാത്തു വസ്സലാമിനോട് സലാം പറഞ്ഞുകൊണ്ട് സന്തോഷത്തോടു കൂടെ പഠിച്ചവനെ സ്വർഗ്ഗത്തിന്റെ മലക്കുകൾ സ്വർഗ്ഗത്തിലേക്ക് കടന്നു. നരകത്തിന്റെ ആളുകൾ പേടിപ്പെടുത്തുന്ന നരകത്തിലേക്ക് കടന്നു. അങ്ങനെ നരകത്തിന്റെ വാതിലടച്ചു, സ്വർഗ്ഗത്തിന്റെ വാതിലടച്ചു. പഠിച്ചവനെ സ്വർഗ്ഗത്തിലുള്ള ആളുകളതാ സ്വർഗ്ഗത്തിൽ ഇങ്ങനെ ഉല്ലസിക്കുകയാണ്. നരകത്തിലുള്ള ആളുകൾ നരകത്തിന്റെ അദാബിലൂടെ പഠിച്ചവനെ തനിക്ക് വാഗ്ദാനം ചെയ്ത ദുനിയാവിന്റെ തുനിക്ക് മുകളിലൂടെ കടന്നു പോകുമ്പോ എന്തെല്ലാം പ്രശ്നങ്ങളായിരുന്നു, എന്തെല്ലാം തെറ്റുകൾ ചെയ്യുന്നവരാണ്. അതിനനുസരിച്ചുള്ള ശിക്ഷകളുമായിട്ട് നരകത്തിലുണ്ട്. എന്നാ സ്വർഗ്ഗത്തിലെ ജനങ്ങളോ പഠിച്ചവനെ സന്തോഷമാണ്. ദുനിയാവിൽ ഒരുപാട് വേദനകൾ സഹിച്ചവരാണ്, ദുനിയാവിൽ ഒരുപാട് കഷ്ടപ്പാടുകൾ സഹിച്ചവരാണ്. കടത്തിൽ മുങ്ങി പഠിച്ചവനെ രോഗങ്ങൾ കൊടുത്തു, തന്റെ വിഷമങ്ങൾ വന്നപ്പോഴും പഠിച്ചവനെ തന്റെ വിഷമങ്ങളിലെല്ലാം ക്ഷമിച്ചുകൊണ്ട് പഠിച്ചുറപ്പിനെ തന്റെ ഹൃദയത്തോട് ചേർത്ത് വെച്ചിട്ട് അല്ലാഹുവിനെ മറക്കാതെ ദുനിയാവിന്റെ തുനിക്ക് മുകളിലൂടെ കടന്നു പോയവരാണ്. അങ്ങനെ സ്വർഗ്ഗത്തിന്റെ ഉള്ളറയിൽ അവരിങ്ങനെ സന്തോഷിക്കുകയാണ്. വല്ലാത്ത ആനന്ദമാണ്. സ്വർഗ്ഗത്തിന്റെ പാലരുവികളും തേനരുവികളും ഒഴുകുന്ന പരിശുദ്ധമായ അല്ലാഹുവിന്റെ പവിത്രമായ സ്വർഗ്ഗത്തിൽ ഇങ്ങനെ ഉല്ലസിക്കുമ്പോ, സ്വർഗ്ഗത്തിലെ അനുഭൂതികൾ തന്റെ ജീവിതത്തിലേക്ക് ചേർത്ത് വെക്കുമ്പോ പഠിച്ചവനെ അല്ലാഹുവേ, ഒരു അശരീരി ഇങ്ങനെ കേൾക്കുകയാണ്, വല്ലാത്തൊരു അശരീരി കേൾക്കുകയാണ്. ഇനി നിങ്ങൾക്ക് എന്താണ് വേണ്ടത്?
ഈ പരിശുദ്ധമായ സ്വർഗ്ഗലോകത്തിൽ കിട്ടുന്ന ഏറ്റവും വലിയ അനുഭൂതിയെ കുറിച്ചാണ് ഉമ്മ പറയുന്നത്. അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടുന്ന് പഠിപ്പിക്കുകയാണ്. വല്ലാത്തൊരു അശരീരി അവിടുന്ന് കേൾക്കുകയാണ്. ഒരു ശബ്ദം ഇങ്ങനെ കേൾക്കുകയാണ്, ഇനി നിങ്ങൾക്ക് എന്താണ് വേണ്ടത്, ഇനി നിങ്ങൾക്ക് എന്താണ് വേണ്ടതെന്ന് പറഞ്ഞുകൊണ്ട് പഠിച്ചവനെ അല്ലാഹുവിന്റെ പവിത്രമായ സ്വർഗ്ഗലോകത്തിലെ അശരീരി ഇങ്ങനെ കേൾക്കുമ്പോ അതാവിടുന്ന് ജനങ്ങൾ അന്താളിക്കുകയാണ്. എല്ലാവരും അങ്ങോട്ട് ശ്രദ്ധിക്കുകയാണ്. പഠിച്ചവനെ വീണ്ടും ചോദിച്ചോട് നിങ്ങൾക്ക് ഇനി എന്ത് വേണം? അല്ലാഹുവേ, ജനങ്ങളെല്ലാവരും പറയുന്നു, അല്ലാഹ് ഈ ദുനിയാവിന്റെ ദുരിതങ്ങളിലൂടെ ഞങ്ങൾ കടന്നു വന്നിട്ട് ഒരുപാട് തെറ്റുകൾ ചെയ്തിട്ട് ഫർളുകൾ മാത്രം ചെയ്തിട്ട് പഠിച്ചവനെ നിന്റെ മുമ്പിലേക്ക് ഞങ്ങൾ കടന്നു വന്നപ്പോൾ നിന്റെ ഔദാര്യം കൊണ്ട് ഞങ്ങൾക്ക് നീ സ്വർഗ്ഗം തന്നല്ല അല്ലാഹ്. നിന്റെ പവിത്രമായ സ്വർഗ്ഗലോകം ഞങ്ങൾക്ക് ലഭിച്ചല്ല അല്ലാഹ്. അതുകൊണ്ട് പഠിച്ചവനെ ഈ സ്വർഗ്ഗത്തിലേക്ക് ഞങ്ങൾ കടന്നു വന്നു. ഈ സ്വർഗ്ഗത്തിന്റെ എല്ലാ അനുഭൂതികളും ഞങ്ങൾ കണ്ടറിഞ്ഞു. ഈ സ്വർഗ്ഗത്തിന്റെ എല്ലാ പരിമളവും ഞങ്ങൾ കണ്ടറിഞ്ഞു. ഈ സ്വർഗ്ഗത്തിന്റെ എല്ലാ പഠിച്ചവനെ സന്തോഷത്തോടെ ഞങ്ങൾ പങ്കുചേർന്നു. ഇനി ഞങ്ങൾക്ക് വേണ്ട കാര്യം എന്താണെന്നറിയോ? ദുനിയാവിന്റെ തൊലിക്കുമുകളിലൂടെ പടച്ചറപ്പേ ഞങ്ങൾ കടന്നു പോകുമ്പോ എല്ലാ മതസ്ഥരും അവരുടെ ദൈവങ്ങളെ കണ്ടിട്ട് അവരുടെ പടച്ചറപ്പേ ആളുകളെ കണ്ടിട്ട് അവരെ ആരാധിച്ചുകൊണ്ട് അവർ വിശ്വസിച്ചിട്ട് അവരുടെ ജീവിതത്തിൽ കടന്നു പോയപ്പോൾ നിന്നെ കുറിച്ചിട്ട് ഞങ്ങൾ കേട്ടത് മാത്രമേ ഉള്ളൂ, നിന്നെ കുറിച്ചിട്ട് ഞങ്ങൾ കേട്ടത് മാത്രമേ ഉള്ളൂ അല്ലാഹ്. പടച്ചവനെ നിന്നെ ഞങ്ങൾ കണ്ടിട്ടില്ല അല്ലാഹ്. അതുകൊണ്ട് പഠിച്ചവനെ ഈ പവിത്രമായ സ്വർഗ്ഗലോകത്തില് അല്ലാഹുവേ നിന്നെ ഞങ്ങൾക്ക് കാണാൻ വല്ലാത്ത ആഗ്രഹമുണ്ട് അല്ലാഹ്. ഞങ്ങൾക്ക് വല്ലാത്ത ആഗ്രഹമുണ്ട് അല്ലാഹ്. ഞങ്ങൾക്ക് വല്ലാത്ത ആഗ്രഹമുണ്ട് അല്ലാഹ്. അതുകൊണ്ട് പഠിച്ചവനെ നിന്റെ ഞങ്ങൾക്കൊന്ന് കാണിച്ചു തരുമോ അല്ലാഹ്? എന്റെ പ്രിയമുള്ളവരെ, പഠിച്ചവനുണ്ടല്ലോ പഠിച്ചവരെ തന്നെ അടിമകളെ എല്ലാവിധ ആഗ്രഹങ്ങളും നടത്തി കൊടുത്ത പഠിച്ച തമ്പുരാന് അവിടുന്ന് തന്റെ മറയങ്ങൾ നീക്കുകയാണ്, തന്റെ മറയങ്ങൾ നീക്കുകയാണ്. അല്ലാഹുവിന്റെ ലിഖാഅ ജനങ്ങൾ കാണുകയാണ്, സ്വർഗ്ഗവാസികൾ കാണുകയാണ്. പഠിച്ചവനെ അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടുന്ന് സ്വഹാബത്തിനെ പഠിപ്പിക്കുകയാണ്. ഒരു മനുഷ്യന്റെ പടച്ചുറപ്പിന്റെ സ്വർഗ്ഗത്തിൽ കിട്ടുന്ന ഏറ്റവും വലിയ അനുഭൂതിയാണത്. അല്ലാഹുവിന്റെ സ്വർഗ്ഗത്തിൽ കിട്ടുന്ന ഏറ്റവും വലിയ അനുഭൂതിയാണത്. എന്റെ സൃഷ്ടാവായ പടച്ച തമ്പുരാനെ കാണലോ നമുക്ക് ആഗ്രഹമില്ലേ? വാപ്പാ നമുക്ക് ആഗ്രഹമില്ലേ? ദുനിയാവിന്റെ തുടിക്കുമുകളിലൂടെ കടന്നു പോകുമ്പോ ഉസ്താദേ ഒരുപാട് തസ്ബീഹ് ചൊല്ലിയിട്ടുണ്ട്, ഒരുപാട് തഹ്ലീൽ ചൊല്ലിയിട്ടുണ്ട്, ഒരുപാട് ഖുർആൻ ഓതിയിട്ടുണ്ട്. എല്ലാം ഓതുന്നത് പഠിച്ചവനെ അല്ലാഹുവിന്റെ സ്വർഗ്ഗത്തിന് വേണ്ടിയാണ്. ആ പരിശുദ്ധമായ സ്വർഗ്ഗലോകമുണ്ടല്ലോ, അല്ലാഹുവിന്റെ പരിശുദ്ധമായ ആ സ്വർഗ്ഗലോകമുണ്ടല്ലോ, ആ സ്വർഗ്ഗലോകം എനിക്കൊന്ന് കാണണമല്ലാ എന്ന് പറയുന്ന ഉമ്മ, ചിന്തിക്കുന്ന ഉമ്മ, അത് അല്ലാഹുവേ പടച്ചറപ്പേ സ്വർഗ്ഗത്തിൽ വെച്ചിട്ട് നമുക്കത് കാണാൻ കഴിയുമല്ലോ, അല്ലാഹുവിനെ നമുക്ക് കാണാൻ കഴിയുമല്ലോ. സ്വർഗ്ഗം എത്ര വിശാലമാണ്, അതിലുണ്ട് മുന്തിരി തോട്ടവുമാറും രസമുള്ളതാ കദളിപ്പഴം തിന്നാനും താരാട്ട് പാടാൻ തോഴിമാർ പലരുടല് കൈമുട്ടുവാൻ ചില ദാസിമാർ വരവുണ്ട്. മടിയില്ല റബ്ബേ, മടിയില്ല റബ്ബേ, ഭഗവാനാ വീട് കൊതിയുണ്ട്
ഉണ്ട് വല്ലാതെപ്പോഴും അതിനോട് അതിലേക്ക് നീ ഓരോ പാസതാമന്നാനേ അതു നിന്റെ പക്കൽ മാത്രമാനേ എത്രയോ സുന്ദരമായ പടച്ചറബേ മണിമാളികകളുള്ള കേരളമാണ് സ്വർഗലോകമെന്ന് പറയുന്നത്. അവിടെ മുന്തിരിയുണ്ട്, റുമ്മാനുണ്ട്, കഴിക്കാൻ രസമുള്ള കുന്തിരിപ്പഴമുണ്ട്. വിചാരിച്ചാൽ നമ്മുടെ മുമ്പിലേക്ക് കടന്നു വരുമല്ലോ. താരാട്ട് പാടുന്ന താരാട്ട് പാടാൻ ആ പരിശുദ്ധമായ സ്വർഗലോകത്തില് പഠിച്ചവനെ അവിടെ തോരിമാരുണ്ട്, അവിടെ തോരിമാരുണ്ട്. പടച്ചറബേ നിനക്ക് കൈമുട്ടി നിന്നെ താരാട്ട് പാടി ഉറക്കാൻ അവിടെ ആളുകളുണ്ട്. അല്ലാഹുവേ വല്ലാത്ത കൊതിയിലെ സ്വർഗത്തിൽ കിടക്കാൻ, വല്ലാത്ത കൊതിയിലെ സ്വർഗത്തിൽ കിടക്കാൻ. അതിലേക്കുള്ള പാസ് ആരുടെ കയ്യിലാണെന്നറിയോ? ഏകനായ സിട്ടാവായ അല്ലാഹുവിന്റെ കയ്യിലാണ്. അല്ലാഹുവിനോട് ചോദിച്ചോ. രാത്രി സമയത്ത് ആദിരാ സമയത്തിന്റെ നിശബ്ദതയില് ഒരു 2 റക്അത്ത് നമസ്കാരം നിർവഹിച്ചിട്ട് അല്ലാഹുവിന്റെ മുമ്പിൽ ഒന്ന് കരഞ്ഞിട്ട് നീ പൊട്ടിക്കരഞ്ഞോ. അല്ലാഹ് നിനക്ക് അതിലേക്കുള്ള പാസ് പടച്ച തമ്പുരാൻ നിനക്ക് ഒരുക്കി തരും. അല്ലാഹു നൽകട്ടെ, അല്ലാഹു നമുക്ക് നൽകട്ടെ. എന്റെ പ്രിയമുള്ളവരെ, എന്റെ പ്രിയമുള്ളവരെ, ആ പരിശുദ്ധമായ സ്വർഗ്ഗലോകം ആഗ്രഹിക്കാത്തവരാണ്. നമുക്കെല്ലാവർക്കും ആഗ്രഹം ആ സ്വർഗത്തിൽ കിടക്കാൻ ആഗ്രഹമല്ലേ? അല്ലാഹു നമ്മെ അതിലേക്ക് കടത്തി തരട്ടെ. എന്റെ പ്രിയമുള്ളവരെ, ആ പരിശുദ്ധമായ സ്വർഗ്ഗലോകത്തിൽ ഒരു മനുഷ്യനെ കിട്ടുന്ന ഏറ്റവും വലിയ അനുഭൂതി അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുകയാണ്. എന്താ പറഞ്ഞേ? അല്ലാഹുവിന്റെ ലിഖാ കാണല. മനസ്സിലായോ? അല്ലാഹുവിന്റെ ലിഖാ കാണലാണ്, പടച്ച തമ്പുരാനെ കാണലാണ്. നമുക്ക് ആഗ്രഹമില്ലേ നമ്മുടെ സിട്ടാവിനെ കാണാൻ? അല്ലാഹു തൗഫീഖ് തരട്ടെ. നമ്മെ പറഞ്ഞേ അല്ലാഹു തആല നമുക്ക് അതിന്റെ തൗഫീഖ് നൽകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. എന്റെ പ്രിയമുള്ളവരെ, അല്ലാഹുവേ ഇവിടെ നിന്ന് നമുക്ക് മുത്തു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്വപ്നം കാണണം. എന്താ നമ്മുടെ ആഗ്രഹം? ദുനിയാവിൽ വെച്ചിട്ട് പടച്ചവനെ മുത്തു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കാണാൻ. നാളെ പടച്ച റബ്ബിന്റെ സ്വർഗ്ഗത്തിൽ ചെന്നിട്ട് അല്ലാഹുവിനെ കാണാൻ. ഇത് നമ്മുടെ ആഗ്രഹം. അല്ലാഹു തആല സാധിപ്പിച്ചു തരട്ടെ. നാമി പറഞ്ഞേ അല്ലാഹു തആല നമുക്കത് സാധിപ്പിച്ചു തരട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഒരു വിശ്വാസിയുടെ ആഗ്രഹമാണ് ഇവിടെ വെച്ചിട്ട് നമുക്ക് ആരെ കാണണം? അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കാണണം. എന്നാൽ അല്ലാഹുവിന്റെ പരിശുദ്ധമായ സ്വർഗ്ഗലോകത്തിൽ വെച്ചിട്ട് അല്ലാഹുവിന്റെ ലിഖാഉം കാണണം. എല്ലാവരുടെയും ആഗ്രഹം അല്ലാഹു സാധിപ്പിക്കട്ടെ. ഒരു 3 സ്വലാത്ത് ചൊല്ലു. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സല്ലി അലൈഹി വസല്ലം. അല്ലാഹുവേ കരുണക്കടലായ രാജസയ്യിദായ മലിക്കുൽ ജബ്ബാറായ അല്ലാഹ്, പടച്ചവനെ നീ ഞങ്ങൾക്ക് നിന്റെ ലിഖാ കാണിച്ചു തരണേ തമ്പുരാനെ. അല്ലാഹുവേ പരിശുദ്ധമായ സ്വർഗ്ഗലോകത്തിൽ വെച്ചിട്ട് അല്ലാഹുവേ പടച്ച റബ്ബേ നിന്റെ ലിഖാ ഞങ്ങൾക്ക് കാണിച്ചു തരണേ അല്ലാഹ്. പടച്ചവനെ ഞങ്ങൾക്ക് ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പടച്ചവനെ ദുനിയാവിൽ വെച്ചിട്ട് ഞങ്ങൾക്ക് സ്വപ്ന ദർശനത്തിന് ഞങ്ങൾക്ക് ഭാഗ്യം തരണേ തമ്പുരാനെ. അല്ലാഹുവേ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പടച്ചവനെ സ്വർഗ്ഗലോകത്തിൽ വെച്ചിട്ട് അവിടത്തോടൊപ്പം ഞങ്ങൾക്ക് നടക്കണം അല്ലാഹ്.
അതിനുള്ള ഭാഗ്യം ഞങ്ങൾക്ക് നീ നൽകണേ തമ്പുരാനേ. ആമീൻ പറയും. അല്ലാഹു തആല തൗഫീഖ് നൽകട്ടെ. അല്ലാഹു തആല നമുക്ക് അതിന് തൗഫീഖ് നൽകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. എന്റെ പ്രിയമുള്ളവരെ, അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്വപ്നത്തിൽ കാണണം. അതാ വിടുന്ന മഹാന്മാരെ നമ്മെ പഠിപ്പിക്കുകയാണ്. പഠിച്ചവനെ ദുനിയാവിന്റെ തൊലിക്ക് മുകളിൽ വെച്ചിട്ട് അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമുക്ക് സ്വപ്ന ദർശനം കാണാൻ. ഈ ദുനിയാവിന്റെ തൊലിക്ക് മുകളിൽ വെച്ചിട്ട് നമ്മൾ ആഗ്രഹിക്കുന്ന ഏറ്റവും വലിയ ആഗ്രഹമാണത്. ഒരു വിശ്വാസിയുടെ ഏറ്റവും വലിയ ആഗ്രഹമാണല്ലോ അത്. പഠിച്ചവനെ ദുനിയാവിൽ ജീവിക്കുന്ന കാലഘട്ടത്തില് പരിശുദ്ധമായ ഹജ്ജ് ചെയ്യണമല്ലോ, പരിശുദ്ധമായ ഉംറ ചെയ്യണമല്ലോ. അല്ലാഹുവിന്റെ പരിശുദ്ധ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പരിശുദ്ധമായ റൗള ശരീഫിനെ കാണണമെന്ന് ആഗ്രഹിക്കാത്തവന് ദുനിയാവിലില്ല. ഒരു മുസ്ലിമായ മഖ്ലൂഖ് തന്നെ ഇല്ലല്ലോ. പഠിച്ചവനെ നമ്മുടെ കണ്ടുകൊണ്ട് ഹറാം ഒരുപാട് കണ്ടിട്ടുണ്ട്, ഒരുപാട് ഹറാം ചിന്തിച്ചിട്ടുണ്ട്, ഒരുപാട് ഹറാം പ്രവർത്തിച്ചിട്ടുണ്ട്. പഠിച്ചറബേ ഹറാമിന്റെ വഴികളിലൂടെ ഇങ്ങനെ കടന്നു പോവുകയാണ്. എന്നാലും പഠിച്ചവനെ ഞങ്ങൾക്ക് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ആ പരിശുദ്ധമായ ഭൂമിയിൽ ഞങ്ങൾക്കൊന്ന് കാണാൻ റബ്ബേ ഞങ്ങൾക്ക് വല്ലാതെ കൊതിയുണ്ട്. ഞങ്ങൾക്ക് വല്ലാത്ത കൊതിയുണ്ട്. അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്വപ്നത്തിൽ കാണാൻ എന്റെ പ്രിയമുള്ളവരെ അവിടുന്ന് മഹത്തുക്കളെ പഠിപ്പിക്കുകയാണ്. പരിശുദ്ധമായ ഖുർആനുണ്ടല്ലോ, ആ ഖുർആനിൽ ഒരു സൂറത്തുണ്ട്. ആ ഖുർആനിൽ ഒരു ചെറിയ സൂറത്ത് കാണുമല്ലോ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇന്നാ അഅതൈനാകൽ കൗസർ ഫസല്ലി ലിറബ്ബിക വൻഹർ ഇന്ന ശാനിഅക ഹുവൽ അബ്തർ. പഠിച്ചറബേ മൂന്ന് ആയത്തുകളുള്ള പഠിച്ചറബേ പരിശുദ്ധമായ സുന്ദരമായ ചെറിയൊരു സൂറത്താണ്. ആ പരിശുദ്ധമായ സൂറത്തിൽ അവിടെ നിന്നുണ്ടല്ലോ, ആരെങ്കിലും ഉറങ്ങുന്നതിന്റെ മുമ്പ് 100 പ്രാവശ്യം അവനെ പാരായണം ചെയ്താൽ, എന്നിട്ട് അല്ലാഹുവോട് ദുആ ചെയ്താൽ പരിശുദ്ധമായ റൗള ശരീഫിൽ കണ്ണുകൊണ്ട് മനസ്സുകൊണ്ട് അവനെ കണ്ടാൽ പഠിച്ചവനെ അവന്റെ സ്വപ്ന ലോകത്തേക്കുണ്ടല്ലോ. അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കടന്നു വരികയാണ്. അല്ലാഹുവിന്റെ ഹബീബ് കടന്നു വരുമല്ലോ. അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടെ പഠിപ്പിച്ചിട്ടുണ്ട്. ഒരാളെങ്ങാനും എന്നെ സ്വപ്നം കണ്ടാൽ പഠിച്ചവനെ അത് ഞാൻ തന്നെയായിരിക്കുമല്ലോ. ഒരു ശൈത്താനും എന്റെ രൂപത്തിൽ കടന്നു വരാൻ കഴിയില്ല. ഒരു ശൈത്താനും എന്റെ രൂപത്തിൽ കടന്നു വരാൻ കഴിയില്ല. മാത്രമല്ല ഈ ദുനിയാവിന്റെ തൊലിക്ക് മുകളിലൂടെ കടന്നു പോകുമ്പോ അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ നമ്മളെങ്ങാനും സ്വപ്നം കണ്ടാൽ പഠിച്ചവനെ പിന്നീട് നമ്മൾ നേരിട്ട് കാണുമല്ലോ. പിന്നീട് നമ്മൾ നേരിട്ട് അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കാണുമെന്ന് അവിടുന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മളെ പഠിപ്പിക്കുകയാണ്. എന്റെ പ്രിയമുള്ളവരെ, ഇവിടെ വെച്ചിട്ടാ പിന്നീട് നമ്മൾ നേരിട്ട് കാണുന്നത്. റസൂലുള്ളാഹിനെ നമ്മൾ നേരിട്ട് കാണുന്നത് എവിടെയാ? അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തന്നെ പഠിപ്പിച്ചിട്ടുണ്ട്. പരിശുദ്ധമായ ഹൗദുൽ കൗസറിന്റെ ചാരത്ത് വെച്ചിട്ടാണ്, പരിശുദ്ധമായ ഹൗദുൽ കൗസറിന്റെ ചാരത്ത് വെച്ചിട്ടാണ് പാലിനേക്കാൾ വെളുത്ത തേനിനേക്കാൾ മധുരമുള്ള ഒരു പ്രാവശ്യം നമ്മൾ കുടിച്ചു കഴിഞ്ഞാൽ പിന്നീട് കുടിക്കാൻ ദാഹമില്ലാത്ത പഠിച്ചറബേ പിന്നീട് ദാഹമില്ലാത്ത പരിശുദ്ധമായ ഹൗദുൽ കൗസർ ഉണ്ടല്ലോ. ആ
പരിശുദ്ധമായ ഹൗലുൽ കൗസറിന്റെ ചാരത്ത് വെച്ചിട്ട് അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ എന്നെ സ്വീകരിക്കുമെന്ന് മുത്തുനബിയതാ പഠിപ്പിക്കുകയാണ്. പഠിച്ചവനെ ചില ആളുകളുണ്ടല്ലോ ഹൗലുൽ കൗസറിന്റെ ചാരത്തേക്ക് കടന്നു വരുമ്പോ പഠിച്ചവനെ ആട്ടി ഓടിക്കപ്പെടുന്ന വിഭാഗമുണ്ട്. അല്ലാഹ് ആ വിഭാഗത്തിൽ നിങ്ങളെ ഒരാളെ പെടുത്തല്ല അല്ലാഹ്. പഠിച്ചവനെ അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അല്ലാഹുവേ പഠിച്ചവനെ നിങ്ങൾക്ക് കാണാനുള്ള ഭാഗ്യം നീ തരണേ അല്ലാഹ്. നിങ്ങൾക്ക് അതിനുള്ള സൗഭാഗ്യം നീ തരണേ അല്ലാഹ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് നമ്മുടെ സ്വപ്നത്തിൽ അല്ലാഹു തആല കാണിച്ചു തരട്ടെ. എന്റെ പ്രിയമുള്ളവരെ, അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പഠിപ്പിച്ചു 100 പ്രാവശ്യം ഈ പരിശുദ്ധമായ സൂറത്തിനെ ആരെങ്കിലും ഒന്ന് പാരായണം ചെയ്താൽ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ഇന്നാ അഅതൈനാകൽ കൗസർ ഫസല്ലി ലിറബ്ബിക വൻഹർ ഇന്ന ശാനിഅക ഹുവൽ അബ്തർ. ഈ പരിശുദ്ധമായ സൂറത്തിനെ ആരെങ്കിലും പാരായണം 100 പ്രാവശ്യം കിടക്കുന്നതിന് മുമ്പ് പാരായണം ചെയ്തിട്ട് കിടന്നാൽ അവനിക്ക് അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കാണിച്ചു അല്ലാഹ് കാണിച്ചു കൊടുക്കും. റസൂലുള്ളാഹി മനാബിലെ കടന്നു വരുന്നു. മാത്രമല്ല അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ആരെങ്കിലും സ്വപ്നത്തിൽ കണ്ടു കഴിഞ്ഞാൽ പിന്നെ ആരെന്നെ അല്ലാഹുവിന്റെ ഹബീബിനെ ഒരു മഖ്ലൂക്കിനും ഈ ദുനിയാവിൽ അല്ലാഹു തആല സൃഷ്ടിച്ച ഏത് ശൈത്താനും ഏത് ജിന്നിനും അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ രൂപത്തിൽ കടന്നു വരാൻ കഴിയില്ല. അല്ലാഹു ബോധം നൽകട്ടെ. അല്ലാഹു തആല ബോധം നൽകട്ടെ. അതാരനായിരിക്കും? അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തആല തന്നെയായിരിക്കും. മുത്തുനബിയെ ഞങ്ങൾക്ക് സ്വപ്നത്തിൽ കാണിച്ചു തരണേ അല്ലാഹ്. മുത്തുനബിയെ പഠിച്ചവനെ ഞങ്ങൾക്ക് സ്വപ്നത്തിൽ കാണിച്ചു തരണേ റഹ്മാനെ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീം.